ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞ് വിശേഷമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഈ വീഡിയോ എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എൻ്റേതായ എൻ്റെ മൈൻഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ എന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെയുള്ള ഒരുപാട് സഹോദരിമാരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു വീഡിയോ കാണാനിടയിൽ വീഡിയോ ചാനലിൻ്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. അവരെയൊക്കെ മോശക്കാരനാക്കാനൊന്നും നമ്മളാളല്ല. നമ്മളെയും കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് മനുഷ്യന്മാരങ്ങനെയാണ്. നമ്മുടെ വീഡിയോയിൽ വന്ന് നമ്മുടെ കമൻറ്റിന് മോശം പറയുന്നവരും നമ്മുടെ ലൈവിൽ വന്ന് മോശം പറയുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരങ്ങനെയാണ്. അതാരുടെയും കുറ്റമല്ല കേട്ടോ. ആരുടെയും കുറ്റമല്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ആരും ഓക്കെ അല്ല. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മളെ ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടാത്തവരും നമ്മുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുപോലെയാണ് ഞാൻ വന്ന് നിങ്ങൾ കൂട്ടിക്കുക. ഇഷ്ടങ്ങൾ പലർക്കും പല രീതിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നവരും കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തി. എനിക്കും എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുമുണ്ടല്ലോ. കുറ്റങ്ങളും നന്മയും തിന്മയൊക്കെ പറയേണ്ട സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്. അതൊക്കെ പറയാതിരിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യനല്ലാണ്ടാവണം. നമ്മൾ വല്ല മൃഗമോ വല്ല പൂച്ചയോ പട്ടിയോ ഒക്കെ പ്രതികരിക്കാൻ കുറ്റം പറയാൻ പറ്റാത്ത ഇതായിരിക്കണം. മനുഷ്യനായി പിറവിയെടുത്ത് നമ്മളെല്ലാവരും കുറ്റം പറയാറുണ്ട്. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെല്ലാവരും കുറ്റം പറയാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് എത്തിയത് എൻ്റേതായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എത്ര പേർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് പറയുന്നു. ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അത് അവരുടേതായ ഒരു കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ കണ്ട് ഒരുപാട് സഹോദരിമാർ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് മാറ്റങ്ങളുടെ ഘോഷയാത്രയാണ്. അവരുടെ ജീവിതശൈലിയെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതശൈലിയായാലും അവരുടേതായ ഇതായാലും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ, അവരുടെ സ്വഭാവ രീതിയായാലും എല്ലാം പാടെ മാറ്റി അവരുടേതായ രീതിയിൽ ഇപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ ലൈവിൽ വരുന്നതായാലും പിന്നെ വീഡിയോയിൽ വരുന്നതായാലും എൻ്റേതായ ഒറിജിനൽ ആ ഒരു റിയാലിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ഇവിടെ എന്നെ പുകഴ്ത്തുന്നതോ എന്നെ തള്ളിമറിക്കുന്നതോ എന്നെ സേഫ്റ്റി ആക്കുന്നതോ അല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ ലൈവോ എൻ്റെ ഷോർട്ടോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണെന്ന്. റിയലായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ ഫേസ് ആയാലും എൻ്റെ ഈ കൈയായാലും കാലായാലും ഈ റിയലായിട്ടുള്ളത് തന്നെയാണ്. എന്നെ നേരിൽ കാണുന്നവർക്കും ഈ കളർ തന്നെയാണ്, ഈ ഭംഗി തന്നെയാണ്. അല്ലാതെ നമ്മൾ വീഡിയോയിൽ വന്നിട്ട് കളർ കൂട്ടി നിങ്ങളെ പറ്റിക്കാനോ ഗ്ലാമർ കൂട്ടി പറ്റിക്കാനോ ഒന്നും ഒരു മായവും ഞാൻ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എന്നെ സേഫ്റ്റി. നമ്മളെ കുറിച്ച് നന്മയും തിന്മയും പറയാൻ നമുക്കേ പറ്റത്തുള്ളൂ. നമ്മളെ നല്ലത് പറയാനും നമുക്ക് നമ്മളെയാണ് ഇഷ്ടം, നമുക്ക് നമ്മളെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും കാണുന്നത് എങ്ങനെയാണ്, കണ്ണെന്ന് പറയുന്ന സംഭവവും വായെന്നൊരു സംഭവവും ഒക്കെ തന്നേക്കുന്ന കാണാനും പറയാനും ഒക്കെ ആണല്ലോ. അതൊക്കെ ഞാൻ പറയാതിരിക്കണമെങ്കിൽ ഞാൻ മനുഷ്യനല്ലാണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പം നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഒരുപാട് പേര് തള്ളിമറിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര വൃത്തിയാണ്. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്ന, ഓരോരുത്തർ വീഡിയോയിൽ വന്നതിന് ശേഷം പറയുന്നത് അവർ ഭയങ്കര പെർഫെക്റ്റാണ്, അവർ ഭയങ്കര വൃത്തിയാണ്, അവർ ഭയങ്കര അടുക്കും ചിട്ടയുള്ളവരാണ്, അവരുടേതായ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വന്നതെന്നറിയോ? അവരൊക്കെ ഈ വീഡിയോയിൽ വന്നതിന് ശേഷം, അവർ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ആൾക്കാർ മാറി തുടങ്ങിയത്. അത് വന്നതിന് ശേഷമാണ് ആൾക്കാർ മാറി തുടങ്ങിയത്. അല്ലാതെ തുടക്കത്തിൽ ആരും ഒന്നും ഇങ്ങനെയായി വന്നതല്ല കേട്ടോ. ഒരുപാട് ആൾക്കാരും കൃത്യനിഷ്ഠയില്ലാത്ത ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരും ഒന്നിനും മടക്കും ചിട്ടയില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്നവരും ഒക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം ഓരോ വീഡിയോസ് കണ്ടും കേട്ടും എല്ലാവരും സുന്ദരിയാവാനും സുന്ദരനാവാനും വീട് ക്ലീനാക്കാനും പാചകം ചെയ്യാനും എന്തിനേറെ പറയുന്നു എല്ലാത്തിലും അവരുടെ ഹെയറിനായാലും അവരുടെ ബോഡിക്കായാലും എല്ലാത്തിനും അവർ മാറ്റങ്ങൾ, അവരുടെ ഡ്രസ്സിനായാലും
ഒക്കെ മാറ്റങ്ങൾ കൊടുത്തതോ. എന്തായാലും ഞാൻ അതിലൂടെ നമ്മുടെ യൂട്യൂബിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിന് സാധിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു യൂട്യൂബിനോട്. എല്ലാവരും വന്ന് പറയുന്നുണ്ട്, എനിക്ക് അടുക്കള വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, എനിക്ക് വീട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, എനിക്ക് അന്നെന്നുള്ള തുണി നനച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, എനിക്ക് അന്നെന്നുള്ള തുണികൾ മടക്കി വെച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, എനിക്ക് അപ്പിട്ട് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല, ഇപ്പിട്ട് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊക്കെ വെറും പൊഴിവാക്കുകളാണ് മനുഷ്യൻ. ഇതൊക്കെ വെറും പൊഴിവാക്കുകളാണെന്ന് അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വെറും നമ്പർ 1 ഡ്രാമയാണ്. അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നമ്പർ 1 ഡ്രാമയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കാണ്ട് അവരെയൊക്കെ വീട്ടിലോട്ട് കയറി ചെല്ലണം. അവരുടെ വീടിൻ്റെ ശരിക്കുള്ള രൂപവും ഭാവവും കാണണമെങ്കിൽ നമ്മളൊന്നും അറിയിക്കേണ്ട അവരെയൊക്കെ വീട്ടിലോട്ട് കയറി ചെല്ലണം. ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞാൻ എങ്ങനെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോയിലും കാണുന്നത്. ഫാൻ ഓഫ് ചെയ്തിട്ടിട്ട് കഥ പറയുന്നുണ്ടേ ചില വീഡിയോകൾ കാണുമ്പോഴല്ലേ എനിക്ക് എങ്ങനെ പറയാതിരിക്കുക. പക്ഷേ പലതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കി. പിന്നെ എല്ലാവരും കൂട്ടുകൂടാൻ പോവില്ല. അവിടെ കൂട്ടുകൂടും, ഇവിടെ കൂട്ടുകൂടും, അപ്പുറത്ത് പോയി കൂട്ടുകൂടുന്നവർക്ക് മോശം കമൻ്റ് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. 100 ചാനലിൽ പോയി 100 പേര് സപ്പോർട്ട് ചെയ്താൽ 100 പേര് മോശം പറയുകയില്ല. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ കൊള്ളാം, സൂപ്പറാണെന്ന് പറയും. അപ്പോൾ ഒരു വീഡിയോ എനിക്കിന്ന് കാണാനിടയായി. അപ്പോൾ അതെനിക്ക് അഭിപ്രായം പറയണം തോന്നി. പാത്രങ്ങളൊക്കെ കണ്ടാൽ മനുഷ്യ വെള്ളം കുടിക്കത്തില്ല. പൃഥ്വിയുടെ റാണിമാർ വൃത്തിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ അവരുടെയൊക്കെ വീട്ടിലെ പാത്രങ്ങൾ കണ്ടാൽ മനുഷ്യ വെള്ളം കുടിക്കത്തില്ല. വീഡിയോ ഏതാണെന്നും എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആരാണെന്നും പറയില്ല. അവരിനി അതാറിനും കൊണ്ട് എന്നെ പൊങ്കാല ഇടാൻ വരും. ആണെന്നേ എന്തേ നമ്മുടെ മനുഷ്യന്മാരിങ്ങനെ ആയിപ്പോയ. അപ്പോൾ നിങ്ങൾ ഇനി എല്ലാവരും കൂടെ എന്നെ പൊങ്കാലിടാൻ വരണ്ട. എനിക്കിത് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അഭിപ്രായം പറയും. എനിക്കൊരു കണ്ടൻ്റ് ആയല്ലോ, അവരായിട്ട് കൂടി എനിക്കൊരു കണ്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഓടിയെത്തി നിങ്ങളോട് ഷെയർ ചെയ്യും. എല്ലാവരും വന്ന് വീഡിയോയിൽ മേക്കപ്പിട്ടൊക്കെ ഇരിക്കുമെന്നേ. എല്ലാവരും വീഡിയോയിൽ മേക്കപ്പിട്ട് തുണി അഴിച്ച് മാറ്റണം. അടിയിലിട്ടേക്കുന്ന അണ്ടർ സ്കർട്ടിൻ്റെയൊക്കെ കളർ ഏതെന്ന് അറിയണമെങ്കിൽ എല്ലാവരും പൂവൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി ചപ്പിയൊക്കെ ഇരിക്കും. അടിയിലിടുന്ന ഡ്രസ്സ് അറിയണമെങ്കിൽ ആ തുണി അഴിച്ച് മാറ്റി നോക്കണം. പെണ്ണിന് പെണ്ണ് കുറ്റം പറയുന്നതല്ല കേട്ടോ. പെണ്ണിന് പെണ്ണ് കുറ്റം പറയുന്നതല്ല. സ്വയം ഓരോരുത്തർ പുകഴ്ത്തുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാണ്. ഓരോരുത്തർ സ്വയം പുകഴ്ത്തുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയാണ് പറയാതിരിക്കുക. നമുക്കും ഇതൊക്കെ പ്രതികരിക്കാനും പറയാനൊക്കെ ഉള്ള അവകാശമുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട. ഞാനുള്ളത് പറഞ്ഞതാണ്. ചിലർ വന്ന് തള്ളി മറിക്കുന്നതായിട്ട് ഞാനും എനിക്ക് അടുക്കള ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് അടുക്കള ഒതുക്കാതെ കിടന്ന് എനിക്ക് ഉറക്കം വരത്തില്ല. ഞാൻ എൻ്റെ പാത്രം എല്ലാം കഴുകി മറിച്ചതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന വെറും ഡ്രാമയാണെന്നേ. എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാം പെർഫെക്റ്റ് നോക്കുന്നവരാണെങ്കിൽ ജോലിക്കാരുടെ ആവശ്യം ആർക്കുണ്ട്? എല്ലാവരും എല്ലാ ജോലിയും കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജോലിക്കാരുടെ ആവശ്യം ഉണ്ടോ? നാൾക്ക് നാൾ കൂടുന്തോറും ജോലിക്കാർ ഒരു വീട്ടിൽ 4-5 ഒരു വീട്ടിൽ ഓടി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്രയും വൃത്തിയും മെനമയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ജോലിക്കാരുടെ ആവശ്യം? അവരെല്ലാ കാര്യവും കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ജോലിക്കാരുടെ ആവശ്യമുണ്ടോ? വീട്ടു ജോലിക്കാർ പോകുന്നവർ വന്ന് പറയണ കാണും, ബാത്റൂമിൻ്റെയൊക്കെ കോലങ്ങൾ കണ്ട, പാത്രങ്ങളുടെയൊക്കെ കോലങ്ങൾ കണ്ട, വീട് മുറ്റത്തിൻ്റെയൊക്കെ കോലങ്ങൾ കണ്ട. നമ്മൾ ഫീൽഡിൽ ജോലി ചെയ്യുന്നത് പല വീട്ടിലും ജോലിക്ക് പോകുന്ന സഹോദരിമാർ നമ്മളോട് പറഞ്ഞു കേട്ടുള്ള അറിവാണ് നമ്മൾ കേൾക്കുന്നത്. അവളൊക്കെ മേക്കപ്പിട്ട് നടക്കണം. അവളൊക്കെ വീട് കണ്ട മനുഷ്യൻ വെള്ളം കുടിക്കത്തില്ല എന്ന് ഞാൻ പറയാം. ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല. ഞാൻ ഭയങ്കര വൃത്തിക്കാരിയോ, ഞാൻ ഭയങ്കര സംഭവം. പക്ഷെ ഉള്ളത് ചെയ്യുന്ന സമയത്ത് വൃത്തി തന്നെ ചെയ്യുന്നത്. ഞാൻ ഒരു പാത്രം എടുത്താൽ കഴുകി വെച്ചിട്ട് അടുത്ത പാത്രം എടുക്കുകയുള്ളൂ. ആ പാത്രം കഴുകിയിട്ട് മറ്റേ പാത്രം അങ്ങനെയൊന്നുമില്ല. ചെയ്യും ഞാൻ എൻ്റേതായ ഇഷ്ടത്തിന് എൻ്റേതായ സൗകര്യത്തിന് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ യൂട്യൂബിൽ വന്നെന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറഞ്ഞു കാണിക്കേണ്ട കാര്യമില്ല. വൃത്തിയോടാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയം വൃത്തിയാകും. അതവിടെ കിടക്ക്, എനിക്ക് വയ്യെങ്കിൽ അവിടെ കിടക്ക്, ഞാൻ പിന്നെ ചെയ്യും എന്നും പറയും. കഴിക്കാത്ത പാത്രത്തിൽ നമ്മൾ വീണ്ടും എടുത്ത് വെച്ച് കഴിക്കത്തില്ല. ബാത്റൂമിൽ പോയാലും പോകുന്ന ബാത്റൂമിൽ വീണ്ടും കഴുകാണ്ട് പോകത്തില്ല. നമ്മളെല്ലാം ചെയ്യും. അപ്പം നമ്മളെല്ലാം ചെയ്യും. അതിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ഓരോരുത്തർ റാണിമാർ വന്നിട്ട് കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പറയാതിരിക്കുന്ന? ഫിൽറ്റർ ഇട്ട് കയ്യും കാലൊക്കെ വെളുപ്പിച്ച് കാണും. ദൂരെ നിൽക്കാൻ പറയും യഥാർത്ഥ കളർ. ഫോണിൽ നിന്ന് മാറി ഇത്തിരി കുറച്ചോട്ട് ദൂരെ നിൽക്കാൻ പറയാം കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ ഭംഗി. ഞാൻ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് പറയണമെന്ന് തോന്നി. പാത്രങ്ങൾ കണ്ടാൽ മനുഷ്യൻ
വെള്ളം കുടിക്കത്തില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നതല്ല. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും പ്രതികരിക്കണമെന്ന് തോന്നി. എനിക്കും ഒരു വീഡിയോ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തി. ഇനി ഇതൊക്കെ കേട്ടുകൊണ്ട് എന്നോട് ആരും ചാടിക്കടിക്കാൻ വരണ്ട, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. അപ്പോൾ ഈ ഉള്ള കാര്യം പറയുന്നവരെ ആർക്കും പൊതുവേ ഇഷ്ടമില്ല. ഉള്ളതുപോലെ മുഖത്ത് നോക്കിയായാലും ഉള്ളതുപോലെ പറയുന്നവരെ ആർക്കും ഇഷ്ടമില്ല. പൊതിഞ്ഞ് ഉള്ളിൽ നിറയെ വിഷവും വെച്ചിട്ട് പുറമെ ചിരിച്ചു കാണിക്കുന്നവർക്കാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. സമൂഹത്തിന് ആവശ്യമാണ്. പഞ്ചാരയാണ്, പാലാണ്, തേനാണ്, പാൽക്കുടമാണെന്ന് വിളിക്കുന്നവരാണ് ഇഷ്ടം. നേർക്ക് നേരെ പ്രതികരിക്കുന്നവർക്കും ആർക്കും ഇഷ്ടമില്ല. ഇഷ്ടപ്പെടണ്ടെന്നേ, ആർക്കും ആരെയും ഇഷ്ടപ്പെടേണ്ട. ഈ ഇഷ്ടപ്പെടുന്നവരൊന്നും അല്ല നമ്മുടെ കാര്യം നോക്കുന്ന. ഈ ഇഷ്ടപ്പെടുന്നവരൊന്നും അല്ല നമ്മുടെ ചിലവളക്കുന്നത്. നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഒരിടത്ത് കിടന്നാൽ നമുക്കുള്ള വെള്ളം എടുത്ത് തരാൻ പോലും ഈ പറയുന്നവർ കാണത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.